everyone, welcome to LK Group of Educational Services. K-TET examination category 3 exam oriented class ആണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഫിസിക്കൽ സയൻസിൽ ഫിസിക്സിൽ വരുന്ന ഒരു ടോപ്പിക് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഫസ്റ്റ് സെഷൻ ആണ് ഇന്ന് നമ്മളിവിടെ എടുക്കാനായിട്ട് പോകുന്നത്. സോ ആസ് വി നോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലൈറ്റ്, അതുപോലെ തന്നെ ലൈറ്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ വിത്തൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ് us start. ഓക്കെ, അപ്പോൾ എന്താണ് ലൈറ്റ്? നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. ലൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. എനർജിയുടെ ഒരു ഫോം ആണ് ലൈറ്റ് എന്നുള്ള കാര്യം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അല്ലെങ്കിൽ ഈ ലൈറ്റ് ബാക്കിയുള്ള എനർജിയിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഹിയർ ലൈറ്റ്, എന്താണ് ലൈറ്റ് എന്ന് പറയുന്നത്? സോ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അതൊരു എനർജിയുടെ ഒരു ഫോം ആണ് ലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലൈറ്റിനെ നമുക്ക് എന്താക്കി കൺസിഡർ ചെയ്യാം? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഓക്കെ, എനർജി മാത്രമല്ല, ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. അത് എന്താ അലൗ ചെയ്യുന്നു, അല്ലെങ്കിൽ ഹ്യൂമൻസിന് വിസിബിലിറ്റി ഉണ്ടാവുന്നത് ഈ ഒരു ലൈറ്റ് ഉള്ളത് കൊണ്ടാണ്. കാര്യം ഡാർക്കർ ആയിട്ട് ഉള്ള ഒരു സ്ഥലമാണ്, ഒരു തരി വെളിച്ചം പോലും ഇല്ല എങ്കിൽ നമ്മൾക്ക് അവിടെ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് വിഷൻ പോസിബിൾ ആവുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ ഐക്ക് ഒബ്ജക്ട്സിനെ കാണാൻ പറ്റുന്നത് ഈ ഒരു ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാം. സോ ലൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ദാറ്റ് അലൗസ് ദ ഹ്യൂമൻ ഐ ടു സീ ഒബ്ജക്ട്സിനെ കാണാനായിട്ട് ഹ്യൂമൻ ഐയിന് അലൗ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ നമുക്ക് ലൈറ്റ് എന്ന് പറയാം. ഓക്കെ, ലൈറ്റ് ട്രാവൽസ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ് ദാൻ സൗണ്ട്. അപ്പോൾ നമുക്കറിയാം സൗണ്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെയാണ് ലൈറ്റും. ഇതെല്ലാം വേവ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് എപ്പോഴും സൗണ്ടിനേക്കാളും ഏറ്റവും വേഗത്തിലാണ് എന്ത് ചെയ്യുന്നത്? ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ആ ലൈറ്റിന്റെ സ്പീഡ് എത്രയാണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഫിഗർ നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് 3×10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡാണ് എന്താണ്? 3×10⁸ മീറ്റർ ഇൻ എ സെക്കൻഡ്. ഓക്കെ, പെർ സെക്കൻഡിൽ 3×10⁸ മീറ്റർ സ്പീഡിലാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ലൈറ്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, ലൈറ്റ് ഇറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ദെൻ ഇറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ് ദാറ്റ് ട്രാവൽസ് വിത്തൗട്ട് എ മീഡിയം. ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ എന്ത് വേണ്ട? അവിടെ ഒരു മീഡിയം വേണ്ട. ഇപ്പൊ സൗണ്ട് ആണെങ്കിൽ സൗണ്ടിന് ഒരു മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ സൗണ്ട് വേവ്സിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതേസമയം ലൈറ്റിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ലൈറ്റിന് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ലൈറ്റിന് ട്രാവൽ ചെയ്യാനായിട്ട് അവിടെ ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. വാക്വത്തിലും ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ലൈറ്റ് എന്ന് പറയുന്നത് എന്താ? ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള വേവ്സ് ആണ്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അല്ല. എന്ത് വേവ്സ് ആണ്? ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള വേവ്സ് ആണ്. ഇറ്റ് ഹാസ് ബോത്ത് വേവ് ആൻഡ് പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ്. ഇനി മറ്റൊരു കണ്ടെത്തലാണ് ലൈറ്റിനെ പറ്റിയിട്ട്. ലൈറ്റിന് വേവ് നേച്ചർ മാത്രമല്ല, എന്തുണ്ട്? പാർട്ടിക്കിൾ നേച്ചർ അല്ലെങ്കിൽ പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിച്ച് ഈസ് അനദർ പ്രോപ്പർട്ടി. ഇറ്റ് ഹാസ് ബോത്ത് വേവ് ആൻഡ് particle properties. Then it exists as tiny energy packets called photons. ഈ ലൈറ്റ് എന്ന് പറയുന്നത് ചെറിയ എനർജി പാക്കറ്റ്സ് ഉള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു ടൈനി പാക്കറ്റ്സിന് എന്തെന്നാ പറയുന്നത്? ഇറ്റ് ഈസ് നോൺ ആസ് ഫോട്ടോൺസ്. ഓക്കെ, അപ്പോൾ ലൈറ്റിന്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്താ? ഫോട്ടോൺസ് ആണ്. അപ്പോൾ ഈ ഒരു ലൈറ്റിൽ ഒരുപാട് എനർജി, ടൈനി ആയിട്ടുള്ള എനർജി പാക്കറ്റ്സ് അല്ലെങ്കിൽ ഫോട്ടോൺസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, ഇറ്റ് എക്സിസ്റ്റ് ആസ് ടൈനി എനർജി പാക്കറ്റ്സ് കോൾഡ് ഫോട്ടോൺസ്. ഇറ്റ് കീപ്സ് ദ എർത്ത് വാം. നമ്മുടെ എർത്തിനെ വാം ആക്കി നിർത്തുന്നത് ഈ ഒരു ലൈറ്റ് ആണ്. ഓക്കെ, നമ്മുടെ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരേ ഒരു സോളാർ സിസ്റ്റത്തിലെ ഒരേ ഒരു സ്റ്റാർ ആയിട്ടുള്ളത്, ഹ്യൂജ് സ്റ്റാർ ആയിട്ടുള്ള സൺ ആണ്. അപ്പോൾ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ്. ഓക്കെ, ലൈറ്റ് ഇല്ലാത്ത ഒരു ജീവിതത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാര്യം ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ്സിന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പ്ലാന്റ്സ് ഉണ്ടെങ്കിലേ ബാക്കിയുള്ള ലിവിങ് ഓർഗാനിസം അവിടെ ഉള്ളൂ. അതുപോലെ തന്നെ ലൈറ്റ് എനർജി, ഈ വരുന്ന ലൈറ്റ് എനർജി നമ്മുടെ തന്നെ ഒരുപാട് മെറ്റബോളിസത്തിന് വളരെയധികം
വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് ഇല്ലാത്തൊരു കാലം നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല അല്ലെ. സോ പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഇറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ് ദാറ്റ് ട്രാവൽസ് വിതൗട്ട് എ മീഡിയം, ഇറ്റ് ഹാസ് ബോത്ത് വേവ് ആൻഡ് പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ്, ഇറ്റ് എക്സിസ്റ്റ് ആസ് tiny energy packets called photons, then it keeps the earth warm. Okay, moving on. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈറ്റിന്റെ ഒരു വൺ ഓഫ് ദ പ്രോപ്പർട്ടി ആണ് റിഫ്ലക്ഷൻ. എന്താണ് റിഫ്ലക്ഷൻ? നമ്മൾക്കറിയാം ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. ആക്ച്വലി അവിടെ നടക്കുന്നത് എന്താണ്? ഈ ലൈറ്റ് വന്ന് എന്താ ഒരു ഒബ്ജക്റ്റിലേക്ക് വീണതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു? അതേ രീതിയിൽ തിരിച്ച് ബൗൺസ് ചെയ്യുന്നു. അങ്ങനെ ബൗൺസ് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു ഒബ്ജക്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ലൈറ്റും വന്ന് ഇരിക്കുന്ന ഒബ്ജക്റ്റിലേക്ക് വീഴുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുന്നില്ല? നമ്മൾക്ക് കാണാനും അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്തില്ല എങ്കിൽ നമ്മൾക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഈ ഒരു വിസിബിലിറ്റി പോസിബിൾ ആകുന്നത്. അപ്പോൾ എന്താണ് റിഫ്ലക്ഷൻ? സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ when a ray of light approaches a smooth polished surface and the light ray bounces back, it is called the reflection of light. അതായത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള പോളിഷ്ഡ് സർഫസിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് എന്താ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ വീണതിന് ശേഷം ആ ഒരു റേ ഓഫ് ലൈറ്റ് തിരിച്ച് ബൗൺസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾക്ക് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഒരു റേ ഓഫ് ലൈറ്റ് വരുന്നു, അതൊരു സ്മൂത്ത് അല്ലെങ്കിൽ പോളിഷ്ഡ് സർഫസിലേക്ക് വീഴുന്നു. അങ്ങനെ വീഴുന്ന ആ ലൈറ്റ് റേ എന്ത് ചെയ്യുന്നു? അതേ രീതിയിൽ ബൗൺസ് ചെയ്യുന്നു. തിരിച്ച് നമ്മളൊരു റബ്ബർ ബോൾ യൂസ് ചെയ്തിട്ട് ഒരു വോളിലേക്ക് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു വരുന്നു, ബൗൺസ് ചെയ്യുന്നു അല്ലെ. അതുപോലെ ലൈറ്റ് സ്മൂത്ത് അല്ലെങ്കിൽ പോളിഷ്ഡ് സർഫസിലേക്ക് വീഴുന്നു, അത് തിരിച്ച് ബൗൺസ് ചെയ്യുന്നു. അതിനെയാണ് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ എന്ന് നമുക്ക് പറയാം. Okay, it can be called as a reflection of light. Okay, അപ്പോൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ലൈറ്റിന്റെ റിഫ്ലക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഒരു ലൈറ്റ് റേ വന്ന് വീഴുന്നു, അതെന്ത് ചെയ്യുന്നു? തിരിച്ച് ബൗൺസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ രണ്ട് റേ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സ്മൂത്ത് സർഫസിലേക്ക് വീഴുന്ന റേ ഉണ്ടല്ലോ, അതായത് ആ വരുന്ന റേനെയാണ് നമ്മൾക്ക് ഇൻസിഡന്റ് റേ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. എന്താണ്? ദ ഇൻസിഡന്റ് ലൈറ്റ് റേ ദ ലാൻഡ് ഓൺ ദ സർഫസ് ഈസ് റിഫ്ലക്റ്റഡ് ഓഫ് ദ സർഫസ്. ഓക്കെ, ഒരു സർഫസിലേക്ക് വീഴുന്ന റേ, ആ വരുന്ന ലൈറ്റ് റേന് നമ്മൾ ഇനി മുതൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇൻസിഡന്റ് റേ എന്നും, ഇനി ആ ഒരു സ്മൂത്ത് സർഫസിലേക്ക് വന്ന് വീണതിന് ശേഷം തിരിച്ച് ബൗൺസ് ചെയ്യുന്ന റേനെ നമ്മൾ ഇനി മുതൽ റിഫ്ലക്റ്റഡ് റേ എന്നുമാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു ഇതിനെ നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വന്ന് വീണതിന് ശേഷം തിരിച്ച് ബൗൺസ് ചെയ്യുന്ന റേന് നമ്മൾ ഇനി റിഫ്ലക്റ്റഡ് റേ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദ റേ ദാറ്റ് ബൗൺസസ് ബാക്ക് ഈസ് കോൾഡ് ദ റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, ഇനി ഈ ഒരു ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ നിങ്ങൾക്ക് കാണാലോ, അതെന്താ? ഒരു വി ഷേപ്പിനാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 90 ഡിഗ്രിയിൽ ആ സർഫസിലേക്ക് ഒരു നോർമൽ വരയ്ക്കുവാണ്. നോർമൽ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു സർഫസിലേക്ക്, സ്മൂത്ത് സർഫസിലേക്ക് ആ വരയ്ക്കുന്ന ഒരു ലൈനെയാണ് നമുക്ക് നോർമൽ എന്ന് പറയാം. ഓക്കെ, എന്താണിത്? നോർമൽ. ഇപ്പോൾ ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ നമ്മൾ ഈ ഒരു ഇൻസിഡന്റ് റേക്കും റിഫ്ലക്റ്റഡ് റേക്കും നടുവിലായിട്ട് വരച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമുക്ക് നോർമൽ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റിഫ്ലക്ഷൻ എന്താന്ന് പഠിച്ചു. റിഫ്ലക്ഷന് ശേഷം ഈ ഒരു റേ എന്തൊക്കെയാണെന്ന്. ഓക്കെ, ആ ഒരു വന്ന് വീഴുന്ന റേന് നമ്മൾ ഇൻസിഡന്റ് റേ എന്നും, ബൗൺസ് ചെയ്യുന്ന റേന് റിഫ്ലക്റ്റഡ് റേ എന്നും, ഇനി അവിടെ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾക്ക് നോർമൽ എന്നും പറയാം. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ആംഗിൾസ് ഇവിടെ ഉണ്ട്. അതായത് ഇൻസിഡന്റ് റേ എന്ത് ചെയ്യുന്നു? ഇൻസിഡന്റ് റേ വന്ന് ആ ഒരു സ്മൂത്ത് സർഫസിലേക്ക് വീഴുന്നു, അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്തു പോകുന്നു അല്ലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതാണ് അവിടുത്തെ നോർമൽ എന്ന് പറയാം. ഓക്കെ, ഈ നോർമൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അവിടെ രണ്ട് ആംഗിൾസ് നമ്മൾക്ക് എടുക്കാമല്ലോ. അതായത് ഇൻസിഡന്റ് റേയും നോർമലും ആയിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നു, ഇനി റിഫ്ലക്റ്റഡ് റേയും നോർമലുമായിട്ട് മറ്റൊരു ആംഗിൾ മേക്ക് ചെയ്യുന്നു. ഓക്കെ, നോർമലും സർഫസും ആയിട്ടുള്ള ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. നമ്മൾ പറഞ്ഞു നോർമൽ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും ആ ഒരു സർഫസും അതുപോലെ തന്നെ നോർമലും ആയിട്ടുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇനി ഇൻസിഡന്റ് റേയും നോർമലും ആയിട്ടുള്ള ആ ഒരു ആംഗിളിനെ നമ്മൾ ഇനി മുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നും
നോർമലും റിഫ്ലക്റ്റഡ് റേയുമായിട്ടുള്ള ആംഗിളിനെ നമ്മൾ ഇനി മുതൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നുമാണ് പറയുന്നത്. ഓക്കെ, സോ ദ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് ഇൻസിഡന്റ് റേ ഈസ് കോൾഡ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഐ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നോർമലും ഇൻസിഡന്റ് റേയുമായിട്ടുള്ള അല്ലെങ്കിൽ നോർമലിനും ഇൻസിഡന്റ് റേക്കും ഇടയിലുള്ള ആംഗിളിനെ നമ്മൾക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നും, ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ ഈസ് നോൺ ആസ് ദി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നമുക്ക് എന്താ ആംഗിൾ ആർ എന്നും പറയാം. ഓക്കെ, അപ്പോൾ രണ്ട് ആംഗിൾസ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഈ റേസ് ഏതൊക്കെയാണ്? ഇൻസിഡന്റ് റേ, അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, മൂവിങ് ഓൺ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഇനി ഈ ഒരു റിഫ്ലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ലോസ് ഉണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആദ്യത്തെ ലോ പറയുന്നത് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് ആംഗിൾ ഉണ്ടല്ലോ, ഏതൊക്കെയായിരുന്നു? ആംഗിൾ ഓഫ് ഇൻസിഡൻസും അതുപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും. അത് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ ഐ ഈസ് ഓൾവൈസ് ഈക്വൽ ടു ആംഗിൾ ആർ. നമുക്ക് നോക്കാം. ദ ലോ ഓഫ് റിഫ്ലക്ഷൻ ഡിഫൈൻസ് ദാറ്റ് അപ്പോൺ റിഫ്ലക്ഷൻ ഫ്രം എ smooth surface, the angle of the reflected ray is equal to the angle of the incident ray with respect to the normal to the surface, that is to a line perpendicular to the surface at the point of കോണ്ടാക്ട്. ഓക്കെ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ലോസ് ഓഫ് റിഫ്ലക്ഷൻ വളരെ സിമ്പിൾ ആണ്. ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. അതായത് ആ ഒരു എന്ത് ചെയ്യുന്നത്? ആ ഒരു ലൈറ്റിന്റെ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസും അതുപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് റിഫ്ലക്ഷന്റെ ആദ്യത്തെ ലോ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലോ എന്താണ്? ദ റിഫ്ലക്റ്റഡ് റേ ഈസ് ഓൾവേസ് ഇൻ ദ പ്ലെയിൻ ഡിഫൈൻഡ് ബൈ ദ ഇൻസിഡന്റ് റേ ആൻഡ് ദ നോർമൽ ടു ദ സർഫസ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ ഇൻസിഡന്റ് റേ. രണ്ടാമത്തെ ലോ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ പറഞ്ഞ ഇൻസിഡന്റ് റേയും അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് റേയും നമ്മൾ വരയ്ക്കുന്ന നോർമലും എപ്പോഴും ഒരേ പ്ലെയിനിലായിരിക്കും എന്നാണ് രണ്ടാമത്തെ ലോ പറയുന്നത്. ഓക്കെ, ദ റിഫ്ലക്റ്റഡ് റേ ഈസ് ഓൾവേസ് ഇൻ ദ പ്ലെയിൻ ഡിഫൈൻഡ് ബൈ ദ ഇൻസിഡന്റ് റേ ആൻഡ് ദ നോർമൽ ടു ദ സർഫസ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ ഇൻസിഡന്റ് റേ. നമുക്ക് നോക്കാം. അത് ഈ ഒരു പിക്ചറിൽ നമ്മൾ കണ്ടു ഇൻസിഡന്റ് റേ അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് റേ, നമ്മൾ വരയ്ക്കുന്ന നോർമൽ, ഇതെല്ലാം എന്താ? ആ ഒരു ഒറ്റ പ്ലെയിനിലാണ് ഉള്ളത്. അതാണ് സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ആദ്യത്തെ ലോ എന്താണ്? ആംഗിൾ ഐ എന്ന് പറയുന്നത് എപ്പോഴും ആംഗിൾ ആറിന് ഈക്വൽ ആണ്. രണ്ടാമത്തെ ഇൻസിഡൻസ് റേ അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, ഓൾ ഓഫ് ദം ലൈസ് അറ്റ് ദ സെയിം പ്ലെയിൻ. ദീസ് ആർ ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, മൂവിങ് ഓൺ ടു ദ ടൈപ്സ് ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഇനി റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിന്റെ രണ്ട് ടൈപ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സിമ്പിൾ ആണ്, രണ്ടല്ല അതിൽ കൂടുതൽ ടൈപ്സ് ഓഫ് റിഫ്ലക്ഷൻ ഉണ്ട്. ഇന്നത്തെ സെഷനിൽ നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് റിഫ്ലക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് റെഗുലർ അല്ലെങ്കിൽ സ്പെക്യുലാർ റിഫ്ലക്ഷൻ. എന്താണ് റെഗുലർ റിഫ്ലക്ഷൻ? ഇവിടെ ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഒരു പാരലൽ ആയിട്ടുള്ള ഒരുപാട് ലൈറ്റ് റേസ് ഒരു സ്മൂത്ത് ആയിട്ടുള്ള വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസ്, ഒരു മിറർ തന്നെ നമുക്ക് എടുക്കാം. അങ്ങനെ ഒരു സ്ഥലത്ത് വീണ് കഴിഞ്ഞാൽ അത് എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നു? പാരലലി റിഫ്ലക്ട് ചെയ്യുന്നു. എല്ലാം ഒരേ രീതിയിൽ തന്നെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നു. അതിനെയാണ് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ occurs when parallel light rays hit a smooth and polished surface. പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേസ്, വരുന്ന ലൈറ്റ് റേസ് ഒരു സ്മൂത്ത് അല്ലെങ്കിൽ പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസിനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന റിഫ്ലക്ഷൻ എന്ന് പറയുന്നതിനെയാണ് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദ റിഫ്ലക്റ്റഡ് റേസ് മെയിൻറ്റെയിൻ ദെയർ പാരലൽ അറേഞ്ച്മെന്റ്. എങ്ങനെയാണോ ആ ഇൻസിഡന്റ് റേ പാരലലി വന്നത് അതേ രീതിയിലായിരിക്കും അത് തിരിച്ച് ബൗൺസ് ചെയ്ത് പോകുമ്പോഴും. അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേ എങ്ങനെ പാരലലി വന്നോ അതുപോലെ ആയിരിക്കും. ഈ ഒരു പിക്ചറിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാകാം. ഓക്കെ, എക്സാമ്പിൾസ് ഇൻക്ലൂഡ് റിഫ്ലക്ഷൻ ഇൻ എ മിറർ ഓർ ഓൺ എ കാം വാട്ടർ സർഫസ്. ഓക്കെ, ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത ഒരു വാട്ടർ സർഫസിലുള്ള റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഒരു മിററിലേക്കുള്ള റിഫ്ലക്ഷൻ ഒക്കെ ഏത് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ ആണ്? റെഗുലർ അല്ലെങ്കിൽ സ്പെക്യുലാർ എന്താണ് റിഫ്ലക്ഷൻ എക്സാമ്പിൾ ആണ്.
ഓക്കെ, അപ്പൊ മറ്റൊരു ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ എന്തായിരിക്കും? നമ്മൾ അവിടെ പറഞ്ഞു സ്മൂത്ത് അല്ലെങ്കിൽ പോളിഷ്ഡ് സർഫസിലേക്ക് എന്ത് ചെയ്യുന്നു, റേസ് വീഴുമ്പോഴാണ് അവിടെ റെഗുലർ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. ഇവിടെ എന്താണ്, റഫ് ആയിട്ടുള്ള ഇറഗുലർ ആയിട്ടുള്ള സർഫസിലേക്ക് റേസ് വീണ് കഴിഞ്ഞാൽ റിഫ്ലക്റ്റഡ് റേ എങ്ങനെയാണ്? നേരത്തെ എന്തായിരുന്നു, അതും പാരലലി ആയിരുന്നു പോകുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും റിഫ്ലക്റ്റഡ് റേസ് പലതും പല ഡിറക്ഷനിലേക്ക് പോകുന്നു അല്ലെ. ഈ ഒരു ടൈപ്പ് ഓഫ് റിഫ്ലക്ഷനെയാണ് നമുക്ക് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്ന് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ ദിസ് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ occurs when light hits a rough or irregular surface. ഒരു റഫ് അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള സർഫസിലേക്ക് ലൈറ്റ് ഹിറ്റ് ചെയ്യുവാണെങ്കിലാണ് അവിടെ എന്താ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. ദ റിഫ്ലക്റ്റഡ് റേസ് സ്കാറ്റർ ഇൻ വേരിയസ് ഡിറക്ഷൻ. ആ റിഫ്ലക്ട് ചെയ്യുന്ന റേസ് പല ഡിറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്തു പോകുന്നു. അതിന് കാരണം എന്താ, അവിടുത്തെ സർഫസ് എന്ന് പറയുന്നത് റഫ് ആണ് അല്ലെങ്കിൽ അത് ഇറഗുലർ ആണ്. എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ റിഫ്ലക്ഷൻ ഫ്രം എ പീസ് ഓഫ് പേപ്പർ, എ വോൾ ഓർ എ മാറ്റ് സർഫസ്. ഓക്കെ, ഒരു പീസ് ഓഫ് പേപ്പർ അതെന്താ സ്മൂത്ത് ആയിരിക്കില്ല, അവിടെ ഒരുപാട് ഇറഗുലർ ആയിട്ടുള്ള ക്രാക്സും ഒക്കെ കാണും. അപ്പോൾ അവിടെ നിന്ന് ലൈറ്റ് എന്ത് ചെയ്യുമ്പോൾ റിഫ്ലക്ട് ചെയ്യുമ്പോൾ അത് പല ഡിറക്ഷനിലേക്ക് എന്താ സ്കാറ്റർ ചെയ്തു പോകുന്നു. അങ്ങനെയുള്ള റിഫ്ലക്ഷൻ ആണ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്സ് ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ പഠിച്ചു, റെഗുലർ ഓർ സ്പെക്യുലാർ റിഫ്ലക്ഷൻ, അതുപോലെ തന്നെ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. ഓക്കെ, ഇനി പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് നമുക്ക് നോക്കാം. ലൈറ്റ് ഈസ് ഫോളിംഗ് ഓൺ സർഫസ് S1, S2, S3, സർഫസസ് ഓൺ വിച്ച് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് reflection are S1 only, S1 and S2 only, S2 and S3 all the three surfaces. അപ്പോൾ ഇവിടെ 3 സർഫസ് ഉണ്ട് അല്ലെ. 3 സർഫസ് നിങ്ങൾക്ക് കാണാം. ആദ്യത്തേത് സ്മൂത്ത് ആണെന്ന് നമുക്ക് പറയാം, ബാക്കി രണ്ടും എന്താണ്, റഫ് ആയിട്ടുള്ള ഇറഗുലർ ആയിട്ടുള്ള സർഫസസ് ആണ്. അവിടേക്ക് എന്ത് ചെയ്യുന്നു, ലൈറ്റ് റേസ് വരുവാണ്. അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റ് റേസ് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഉറപ്പായിട്ടും അവിടെ ഡിഫ്യൂഷൻ സംഭവിക്കുന്നു. ആദ്യത്തെ കേസിൽ സ്മൂത്ത് സർഫസ് ആയതുകൊണ്ട് തന്നെ അവിടെ റെഗുലർ ആയിട്ടുള്ള ഡിഫ്യൂഷനും, 2ഉം 3ഉം കേസിൽ ഇറഗുലർ ആയിട്ടുള്ള എന്താണ് സർഫസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷനും ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിട്ട് വരുന്ന കേസസ് ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചു. റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് എപ്പോഴും എന്ത് ചെയ്യുന്നു, ഒരു സർഫസിലേക്ക് ഇൻസിഡന്റ് ചെയ്തിട്ട് അത് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്തായാലും ഫസ്റ്റ് കേസ് S1 കേസിൽ എന്താ റെഗുലർ ആയിട്ടുള്ള റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ അവിടെ എന്തായാലും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ ബാക്കി 2 കേസിൽ അല്ലെങ്കിൽ ബാക്കി 2 സർഫസ് വരുന്ന കേസിൽ അവിടെ എന്താ നടക്കുന്നത്, അവിടെ ഇങ്ങനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കുമോ? എന്താ ആൻസർ? അപ്പോൾ ഇവിടെ ഏത് സർഫസിലായിരിക്കാം ഈ ആംഗിൾ ഐയും ആംഗിൾ ആറും ഈക്വൽ ആയിട്ട് വരുന്നത്? സോ ഹിയർ കറക്റ്റ് ആൻസർ എന്താണ്? ഓൾ ദ 3 സർഫസ്, എല്ലാ സർഫസിലും ആംഗിൾ ഐയും ആംഗിൾ ആറും എന്താ ഈക്വൽ ആണ്. കാര്യം ലോസ് ഓഫ് റിഫ്ലക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, they are always followed irrespective of the surface of the object. ആ ഒബ്ജക്റ്റിന്റെ സർഫസിനെ നമ്മൾ കണക്കിലെടുക്കുന്നില്ല. ഓക്കെ, ആ ഒരു irrespective of this surface we are saying always the angle of incidence is equal to the angle of reflection. Okay, hence the angle of incidence is equal to angle of reflection. ഇനി ആ ഒരു സർഫസ് സ്മൂത്തോ റഫോ ഇറഗുലറോ എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു റിഫ്ലക്ഷൻ അവിടെ ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കുവാണെങ്കിൽ എപ്പോഴും ഇൻസിഡൻസ് റേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസും അതുപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ എന്താ, ഓൾ ദ 3 സർഫസ്. ഈ 3 സർഫസിലും എന്താണ് ഈ 2 ആംഗിൾ ഐയും ആംഗിൾ ആറും ഈക്വൽ ആണ്. ഓക്കെ, സോ ഹിയർ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാൻ, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓഫ് എ റേ ഇഫ് ദ റിഫ്ലക്റ്റഡ് റേ ഈസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി ടു ദ ഇൻസിഡന്റ് റേ? അപ്പോൾ ഇവിടെ എന്താ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഹിന്റ് എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും ആയിട്ടുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? 60 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആൻസർ 45 ആണ്. എങ്ങനെ വരുന്നു? ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്തെന്നാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും ആയിട്ടുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്.
ഓക്കെ, രണ്ടും കൂടിയുള്ള ആംഗിൾ, അതായത് ഈ ഒരു ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. നമ്മൾക്കറിയാം എപ്പോഴും ആംഗിൾ ഐയും ആംഗിൾ ആറും ഈക്വൽ ആണ്. ഓക്കെ, രണ്ടും കൂടി ചേരുമ്പോൾ 90 ആവുന്നു എങ്കിൽ ആംഗിൾ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? 90യുടെ ഹാഫ് ആയിരിക്കും. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷനിൽ എന്താണ് ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ റിഫ്ലക്ഷൻ എന്താണ്, എന്ത് ചെയ്യുന്നു? ഒരു റേ ഓഫ് ലൈറ്റ് ഒരു സർഫസിലേക്ക് വീണിട്ട് അത് ബൗൺസ് ചെയ്യുന്നതിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ആംഗിൾ ഐ ഈസ് ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓർ, ആൻഡ് ഓൾസോ ദ ഇൻസിഡന്റ് റേ, ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ഓൾ ലൈ അറ്റ് ദ സെയിം പ്ലെയിൻ. ദെൻ ടൈപ്സ് ഓഫ് റിഫ്ലക്ഷൻ ഏതൊക്കെയായിരുന്നു? റെഗുലർ ഓർ സ്പെക്കുലർ റിഫ്ലക്ഷനും അതുപോലെ തന്നെ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷനും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സെഷൻ എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലൈറ്റിനെ പറ്റിയിട്ട് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതെന്താന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് ദ സെഷൻ വെരി വെൽ. താങ്ക് യു.